ആദരണീയായ അതിനെ പ്രൊഫഷണലായിരുന്ന മറ്റു വ്യക്തിത്വങ്ങളെ കർമ്മീയ പ്രവർത്തകരെ അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് അല്പനേരം ചർച്ചയായി അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, 1973 തുടങ്ങി ഇന്ന് 2013 40 വർഷം കഴിഞ്ഞിട്ട് SSF എന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ വളരെ വലിയ മുന്നേറ്റം തന്നെയാണ് അദാലത്തുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ കഠിനമായ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ 40 വർഷം കൊണ്ട് തന്നെ ഇന്ന് ഈ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ തുടങ്ങിയിട്ടുള്ള SSF എന്ന മഹത്തായ സംഘടനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കവികൾ കുടിക്കപ്പെട്ടത് രാജസ്ഥാനിലും രണ്ടാമതായി ഏറ്റവും കൂടുതൽ കവികൾ കുടിക്കപ്പെട്ടത് നമ്മുടെ ഒരു വാക്കുകളും മുഴങ്ങിയില്ല. എന്നാൽ മാത്രമേ അതിനെ ഒരു മുദ്രാവാക്യമായി കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ പോരാടുന്നത് മാത്രമാണ് വളരെ വളരെ കാര്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അതൊന്നും ലോകത്ത് മറ്റു വഴിയുമില്ല. നമ്മുടെ ഈ ഒത്തുനിൽക്കുന്ന നമ്മുടെ ഈ ശക്തികളിൽ തന്നെയുള്ള ജീവൻ സംഘടനകളുള്ള അങ്ങനെ കേൾക്കപ്പെട്ടു നിങ്ങളോട് പറയും പ്രവർത്തിക്കുക. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവന് ഒറ്റുകൊണ്ടല്ല, അവനോട് നമ്മൾ സംസാരിക്കുന്നതല്ല. അതാണ് നിങ്ങൾക്ക് ഈ വിദേശ പ്രസ്ഥാനങ്ങളിൽ ജീവിക്കുന്നത്. അതേ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ സുന്ദരമാകട്ടെ, മുസ്ലിമാകട്ടെ, ആ രീതിയിൽ പലതരത്തിലുള്ള എല്ലാവരും അതുപോലെ കാണുക. അതെ, അതാണ് അതെ ഇതിലെല്ലാം എതിർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. സഹകരണ ജീവിതത്തിലെ ആ ജീവിതത്തിൽ വെച്ചു. പക്ഷേ എല്ലാവരും സഹകരണ ജീവിതത്തിൽ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സമയമില്ല. അവിടെ ഒന്നും വെറുതെ നടക്കുന്നത് സമയമായിരിക്കും. അതായത് കല്യാണത്തിന്റെ സമയം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമയമായി കാണിച്ചുകൊണ്ട് എല്ലാവരെയും മുഖ്യഘടകം എല്ലാ സാധിക്കുന്നു. അതിന് മരിക്കുക നേരത്തെ ഇന്ത്യയിൽ മനസ്സിലാക്കാവുന്നതാണ്. മറ്റു പരിപാടികൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.